അസ്സലാമലൈക്കും. ഷുഹൈബ് നബി അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ തൻ്റെ സമുദായത്തിന് കൈമാറുന്ന അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന സന്ദർഭത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അധ്യായം 11 സൂറ ഹൂദിലെ 90, 91, 92. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും എന്നിട്ട് അവനിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക. തീർച്ചയായും എൻ്റെ രക്ഷിതാവ് ഏറെ കരുണയുള്ളവനും ഏറെ സ്നേഹമുള്ളവനും അത്രേ. അപ്പൊ അവർ പറഞ്ഞു, ഷുഹൈബേ, നീ പറയുന്നതിൽ നിന്ന് അധിക ഭാഗവും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. തീർച്ചയായും ഞങ്ങളിൽ ബലഹീനനായിട്ടാണ് നിന്നെ ഞാൻ കാണുന്നത്. നിന്റെ കുടുംബങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ നിന്നെ ഞങ്ങൾ കല്ലെറിഞ്ഞ് കൊല്ലുക തന്നെ ചെയ്യുമായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നീ ഒരു പ്രതാപവാനൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, എൻ്റെ കുടുംബങ്ങളാണോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവേക്കാൾ കൂടുതൽ പ്രതാപമുള്ളവർ? എന്നിട്ട് അവനെ നിങ്ങൾ നിങ്ങളുടെ പിന്നിലേക്ക് പുറന്തള്ളിക്കളഞ്ഞിരിക്കുകയാണോ? തീർച്ചയായും എൻ്റെ രക്ഷിതാവ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. ഷുഹൈബ് നബി ആവട്ടെ, ഇബ്രാഹിം നബി ആവട്ടെ, മൂസാ നബി ആവട്ടെ, ഈസാ നബി ആവട്ടെ, സോലി നബി ആവട്ടെ, അവരൊക്കെ ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവരൊക്കെ പറയുന്ന അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിക്കൊണ്ടിരുന്ന സൃഷ്ടാവ് എന്ന് പറയുന്നത് നമ്മളെ ഹൃദയത്തെ ചലിപ്പിക്കുന്ന, നമ്മളെല്ലാ കാര്യം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സൃഷ്ടാവിനെയായിരുന്നു. എന്നാൽ ആ ഒരു സൃഷ്ടാവിനെ നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? അതും കൂടെ നമ്മളൊന്ന് ചിന്തിക്കുക. അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ സത്യത്തിൻ്റെ വഴി എത്തുന്നത് എപ്പോഴാണ് എന്നുള്ളത്. നമ്മൾ പലപ്പോഴും സത്യം മനസ്സിലാക്കാതെയായിരുന്നു നമ്മൾ പിന്തുടരുന്ന പല കാര്യങ്ങളും. എന്നാൽ നമ്മൾ സത്യം മനസ്സിലാക്കി പിന്തുടരുമ്പോഴാണ് അത് അതിൻ്റെതായ ഒരു ശരി എന്ന് പറയുന്നത്.